സാംസങ് ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഒരു കംപ്ലയിൻറ്റോടെയാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത്. കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാഷിംഗ് നടക്കുന്നില്ലെന്നാണ് കസ്റ്റമർ വിളിച്ചു പറഞ്ഞത്. നമ്മൾ പോയി ചെന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ച നിങ്ങളെ കാണിച്ചിട്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അതായത് പൾസേറ്റിനകത്തുള്ളൊരു ബുഷുണ്ട്. ആ ബുഷ് ചുമ്മാ ഫ്രീ ആയിട്ട് തന്നെ കറങ്ങുന്നതുകൊണ്ടാണ് വാഷിംഗ് നടക്കാത്തതും അതുപോലെ തന്നെ സൗണ്ടും വന്നുകൊണ്ടിരുന്നത്. വാഷിംഗ് ഒട്ടും തന്നെ ആവുന്നില്ല. ഞാൻ കാണിച്ചില്ല എങ്ങനെ എവിടെ ഏത് ഭാഗത്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത്. പൾസേറ്റിനകത്ത് നിന്ന് ഒരു ചെറിയൊരു ബുഷ് വന്നിട്ടുണ്ട്. ആ ബുഷാണ് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു പൾസേറ്റ് കറക്കുന്നത്. വാഷിംഗ് സമയത്താണ് അത് റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്ന ഭാഗം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഫുള്ള് തേഞ്ഞ് അത് പോയിട്ടുണ്ട്. ഓവർലോഡോ അല്ലെങ്കിൽ ഓവറായിട്ട് ലോഡ് വരുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ആ ഒരു മെറ്റലിൻ്റെ ഒരു തേയ്മാനം കൊണ്ടും, കാരണം 10 വർഷം പഴക്കമുള്ളൊരു മെഷീനാണ്. എന്തായാലും കസ്റ്റമറോട് പറഞ്ഞതിന് ശേഷം ഇത് മാറാമെന്ന്, അതായത് ബുഷ് മാറാമെന്ന് പറഞ്ഞു. അപ്പം കസ്റ്റമർ പറഞ്ഞ് ബുഷ് മാറണ്ട, നിങ്ങൾ ഒരു പുതിയതങ്ങ് മാറ്റിയിടാൻ പറഞ്ഞു. അപ്പം നമ്മളെന്തായാലും കസ്റ്റമറുടെ ആ ഒരു നിർദ്ദേശം പ്രകാരമാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ബുഷ് മാറി കഴിഞ്ഞതിന് ശേഷം ഇനി വേറെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇത് മാറാനായിട്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കും. അതുകൊണ്ട് നമ്മളെന്തായാലും കസ്റ്റമർ പറഞ്ഞതിന് ശേഷം നമ്മൾ ആ സെയിം സാധനം തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇടാനായിട്ട് പോയിട്ടുണ്ട്. നമ്മളത് ഇട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് ടൈറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഏത് രീതിയിൽ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നിസ്സാര ഒരു കാര്യത്തിനുണ്ട്, ചെറിയൊരു 150 രൂപ 200 രൂപ താഴെയുള്ളൂ ആ ബുഷിന്. ഏകദേശം ഇതിന് അത്യാവശ്യം വില വരുന്ന പൾസേറ്റ് ഫുൾ സെറ്റ് ആകുമ്പോൾ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലർക്കും ഗുഡ് ബൈ.